ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് ഷോപ്പിംഗ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗിൻ്റെ വിശേഷങ്ങൾ ഗൈസ്, ഞങ്ങൾക്കൊരു അബദ്ധം ഞങ്ങൾക്കല്ല നിങ്ങൾക്ക് എനിക്ക് അതിൻ്റെ ഇതിന് എന്നെ തന്നെ കൊണ്ടുപോയി പ്രായച്ചിട്ട് ഗൈസ്, ഞങ്ങളുടെ ഷോപ്പിംഗ് ഡേ ആണ്. ഷോപ്പിംഗ് ഒന്നും ഇല്ല ഗൈസ്, ഷൂ മാറ്റാൻ വന്നതാ. അതേ കുട്ടി രണ്ടിൻ്റെ ഷൂ എടുത്തു. അത് ഞങ്ങൾ സൈസ് വരുന്നില്ലാത്ത ആൾ കാരണം എന്റെ മാന്യമാണ്. അതെ, മാന്യമായിട്ടൊരു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ പർച്ചേസ് ചെയ്തില്ലേ? യെസ്, ചുമ്മാ. എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്, ഞാനൊരു ഷൂ സൈസ് പറഞ്ഞത് മാറിപ്പോയി. അത് ഞാൻ എന്ത് ചെയ്യണം? ഷോപ്പ് ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, കാണുന്നുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ? മെസ്സിന്ന് പോയി ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്നു. നമിതാ ചിരിച്ചോണ്ടിരിക്കണോ? വിശന്ന് പോയി ഗൈസ്. നമിക്ക് പ്രശ്നമാണ്. വിശന്നാൽ നിങ്ങളല്ലാതാവും. കഴിക്കൊരു സ്നിക്കേഴ്സിന്റെ പരസ്യമാണല്ലേ അത്? അതെ, സ്നിക്കേഴ്സ്. കണ്ണെടുത്ത കണ്ടുകൂടാ. അത് സ്നിക്കേഴ്സിന്റെ പരസ്യമാണ്. ആണോ? വേണ്ട, മന്തി റൈസ് കഴിക്കണോ? ഇനി ഞാൻ അത്താഴം മടക്കി. ഇതിപ്പോ ലഞ്ച്. എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല, പാവം. അതെങ്ങനെയുണ്ട്? വേണ്ട വേണ്ട വേണ്ട, എങ്ങനെ ചിക്കനിൽ ഇട്ടവർ എന്തെങ്കിലും ഒരു വേണ്ട. കുഴപ്പമില്ല, കഴിച്ചോ. എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിക്കാമല്ലോ, പിന്നെന്താ. അത് കുഴപ്പമില്ല, നോ ഇഷ്യൂ. ആ കണ്ടോ, വെന്ത് പോയി ഗൈസ്. അതാണ്. ആണോ? ഞാൻ കുറച്ച് ദിവസമായിട്ട് വെജ് ആയതുകൊണ്ട് ഇതാണ് കഴിക്കുന്നത്. ഒന്നും അമ്മയോടെ ഒന്നും വാങ്ങാനില്ല. എന്താണ്, ഷൂവിന്റെ സൈസ് മാത്രം മാറാൻ പോയ ആളാണ് ഈ കുട്ടി. നോക്കൂ ഗൈസ്, കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല. ഇതേപോലത്തെ കുറച്ച് അധികമാണ് എൻ്റെ കുട്ടി വാങ്ങിയേക്കുന്നത്. അല്ലേ നമ്മി? എന്താണ്, ഓണോ? ഓ, ഓണം. ആനയൊക്കെ ഉണ്ട് അല്ലേ നമ്മി? നോക്കൂ നമ്മി. അപ്പൊ ഗായ്സ്, ഇന്നത് ഞങ്ങളുടെ കുട്ടി ബ്ലോഗിലുള്ള ഷോപ്പിങ്ങിന് പോയതാണ് ഞങ്ങൾ. അത്രയേ ഉള്ളൂ. ബൈ ബൈ ഗൈസ്, ലൈക്ക് സബ്സ്ക്രൈബ്. അതിന്റെ കുട്ടി പറഞ്ഞ കേട്ടോളൂ. അത് മാത്രമേ ഞാൻ പറയൂ. അതെ.